സ്വബോധം നഷ്ടപ്പെട്ട ശരീരങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കാരണം നഷ്ടപ്പെടുന്നത് ഓരോ കുടുംബത്തിന്റെയും അടിവേരാണ്. അന്തം വിട്ടു പോവാണ് കേരളത്തിലെ ജനങ്ങൾ. കുറ്റകൃത്യങ്ങൾക്ക് പ്രായം ഒരു പ്രയാസമേ അല്ല. അതിപ്പോ നടക്കുന്ന ഓരോ കേസുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കൊല്ലാൻ മനസ്സും ധൈര്യവും വാശിയുമുള്ള തലമുറകൾ ഒരു പേടിയുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കുഞ്ഞുകുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന അവരാണ് അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിന്റെ തലയടിച്ച് തലയോട്ടി പൊട്ടിച്ചത്. ഇനി ആ അക്രമത്തിൽ എവിടെയാണ് അവർ എത്തേണ്ടത്? ഇതിനുമപ്പുറം എന്താണ് അവർ ചെയ്യേണ്ടത്? ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അവർ കുറ്റവാളികൾ തന്നെയല്ലേ? ഇത്രയും മരവിച്ച മനസ്സുകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് വരുന്നത്? മനസ്സിലാവുന്നില്ല. ആരുടെ പിഴവാണ്? അധ്യാപകർ ഒന്ന് ശകാരിച്ചാൽ അധ്യാപകർക്ക് നേരെ നടപടി. അപ്പോഴും കുട്ടികളുടെ ഒരു മനസ്സിന്റെ, സംസാരത്തിന്റെ, അവരുടെ പെരുമാറ്റത്തിന്റെ വൈരുദ്ധ്യം നമ്മൾ കണക്കിലെടുക്കുന്നതേയില്ല. പല ജീവിത സാഹചര്യത്തിൽ നിന്നും വരുന്ന കുട്ടികളാകാം. ഇതിൽ തന്നെ ഷഹബാസിന്റെ മരണത്തിലേക്ക് നയിച്ചവരിൽ ഒരാളുടെ പിതാവ് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ളയാളെന്നാണ് കേട്ടറിഞ്ഞത്. നമ്മൾ കുട്ടികളെടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ബോഡി ലാംഗ്വേജ് വഴി പലതും അവർ മനസ്സിലാക്കും. ഒന്നും അറിയാത്ത ആളുകളല്ല, ആവശ്യത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് കുട്ടികൾ. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം 13 വയസ്സ് എന്നത് ഒരു മാനദണ്ഡമാണ്. ഓരോ വ്യക്തികളായിട്ടും കൂടിയാണ് അവരെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ കാര്യങ്ങളും സീരിയസ്നെസ്സോടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഇവിടെ 13 വയസ്സാണെങ്കിലും 23 വയസ്സാണെങ്കിലും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതേയില്ല. അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥ. പണ്ടേ വയസ്സായവർ കുട്ടികളെ പിടിക്കുന്ന ഒരു സംഘം എന്നൊക്കെ പറയും പോലെ 10-20 വയസ്സുള്ളവരെ നാശത്തിലേക്ക് എത്തിക്കാൻ മാത്രം ഒരു സംഘം ഇപ്പോൾ ഉണ്ട്. ലഹരി സംഘം. ലഹരി മാഫിയ വിളയാടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ